ഫിലേമോൻ 1:20 ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്ക. ഒനേസിമോസിനു വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ഫിലേമോനോട് അപേക്ഷിക്കുകയാണ്. തടവിലായിരുന്നപ്പോൾ അപ്പോസ്തലൻ ആത്മാവിൽ ജനിപ്പിച്ച മകനാണ് ഒനേസിമോസ്. അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് ഫിലേമോനോട് പറയുകയാണ്. അങ്ങനെ ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്ക എന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പോസ്തലൻ പറയുന്നത് അദ്ദേഹം അനുസരിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പലപ്പോഴും ദൈവമക്കൾക്ക് സാധിക്കാത്ത ഒന്നാണ് ഹൃദയത്തെ തണുപ്പിക്കുക എന്നുള്ളത്. എപ്രകാരമൊക്കെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് തീ പകർന്ന് അവരെ വേദനിപ്പിക്കാമോ അപ്രകാരം ചെയ്യുന്നവരാണ് പലരും. എന്നാൽ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നാം തണുപ്പിക്കുന്നവർ ആകണമെന്നാണ്. സദൃശ്യവാക്യങ്ങൾ 11:25 തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും എന്ന് നാം വായിക്കുന്നു. നാം മറ്റുള്ളവർക്ക് ആശ്വാസമായാൽ നാമും ആശ്വാസം ലഭിക്കുന്നവരായി മാറും. റോമർ 15:31 അപ്പോസ്തലൻ വിശ്വാസികളുടെ അടുക്കൽ വന്ന് മനം തണുക്കാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. ദൈവമക്കളുടെ അടുക്കൽ വരുന്നവർ, ദൈവസഭയിൽ വരുന്നവർ, ഒരു ദൈവ പൈതലിൻ്റെ ഭവനത്തിൽ വരുന്നവർ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് വരുന്നവരൊക്കെ നമ്മിലുള്ള ആത്മസാന്നിധ്യം കൊണ്ടും ദൈവകൃപ കൊണ്ടും ചൂടേറിയ അനുഭവവുമായി വരുന്നവർ തണുപ്പ് പ്രാപിച്ച് ആശ്വാസം പ്രാപിച്ച് പ്രത്യാശയോടെ മടങ്ങിപ്പോകുവാൻ ഇടയാകണം. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരട്ടെ. 2 കൊരിന്ത്യർ 7:13 തീത്തോസിൻ്റെ ഹൃദയത്തെ തണുപ്പിച്ച ഒരു കൂട്ടം ജനത്തെ നാം കാണുന്നു. ഫിലേമോൻ വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവനായിരുന്നു എന്ന് അപ്പോസ്തലൻ തന്നെ 1:7 പറഞ്ഞിരിക്കുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് തണുപ്പും ആശ്വാസവും ആയി മാറാം. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നവരായി മാറാം. നാം ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചെങ്കിൽ നാം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, മറ്റുള്ളവർക്ക് ഞങ്ങൾ ഒരു തണുപ്പായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.